നമസ്കാരം. എല്ലാവർക്കും മൈ ആസ്ട്രോവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിൽ രാമായണം എങ്ങനെ പാരായണം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. ഭക്തിയും ശുദ്ധിയും പാലിച്ച് വീട്ടിലിരുന്നു തന്നെ എങ്ങനെ ശരിയായ രീതിയിൽ രാമായണ പാരായണം നടത്താം എന്നതിനെക്കുറിച്ചായിരിക്കും ഈ എപ്പിസോഡിൽ വിശദമായി പറയുന്നത്. കർക്കിടക മാസം മലയാളികൾക്ക് അതീവ വിശുദ്ധിയുള്ള ഒരു കാലഘട്ടമാണ്. ഈ മാസത്തിൽ രാമായണ പാരായണം നടത്തുന്നത് ആത്മശുദ്ധിക്കും കുടുംബശാന്തിക്കും ഏറ്റവും ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാരായണം പ്രഭാതത്തിൽ ആരംഭിക്കേണ്ടതാണ്. സ്നാനം നടത്തി ശുദ്ധവസ്ത്രം ധരിച്ച് നിലവിളക്ക് തെളിയിച്ച് ഗണപതിയെ വന്ദിച്ച ശേഷം രാമായണത്തിൽ തൊട്ടു തൊഴുതു ചൊല്ലി ഭക്തിയോടെ വായന തുടങ്ങാം. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ, വൈകുന്നേരങ്ങളിൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ, അല്ലാത്ത സമയങ്ങളിൽ വടക്കോട്ടോ ചമ്രം പടിഞ്ഞ് നിലത്തിരുന്നു വേണം പാരായണം ചെയ്യേണ്ടത്. പാരായണം 1-ാം തീയതിയിൽ ആരംഭിച്ചാൽ മാസാവസാനം വരെ മുടക്കമില്ലാതെ തുടരേണ്ടതാണ്. ഓരോ ദിവസവും ഒരാൾ തന്നെ വായിക്കണമെന്ന് നിയമമില്ല. മുടങ്ങാതെ പാരായണം തുടരുകയാണ് പ്രധാനം. ദിവസേന എന്ത് ഭാഗമാണ് വായിക്കേണ്ടത് എന്നതിൽ കൃത്യമായ നിയമമില്ലെങ്കിലും കലഹം, യുദ്ധം, വ്യഥ, മരണം തുടങ്ങിയ ഭാഗങ്ങളിൽ പാരായണം അവസാനിപ്പിക്കരുത്. വലതുഭാഗത്ത് ശുഭസൂചനയുള്ള 2 വരികൾ 3 തവണ ആവർത്തിച്ച് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഓരോ ദിവസവും തുടങ്ങുമ്പോൾ ഗണപതി വന്ദനത്തോടൊപ്പം ബാലകാണ്ഡത്തിലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്ന് തുടങ്ങുന്ന 14 വരികൾ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള പൂർവ്വരാമായണമാണ് പാരായണം ചെയ്യേണ്ടത്. ഉത്തരരാമായണം സാധാരണയായി ഭവനങ്ങളിൽ വായിക്കാറില്ല. യുദ്ധകാന്ഡം അവസാന ഭാഗത്തുള്ള രാമായണ മഹാത്മ്യം വായിച്ചു വേണം നിത്യപാരായണം അവസാനിപ്പിക്കാൻ. കർക്കിടക മാസത്തിലെ പാരായണ സമയത്ത് വിളക്കിന്റെ മുന്നിൽ ശ്രീരാമ പട്ടാഭിഷേകം ചിത്രം വയ്ക്കുന്നത് വളരെ ഉത്തമമാണ്. ആ ചിത്രത്തിൽ ശ്രീരാമൻ, സീത, ഹനുമാൻ, ഭരതൻ, ഗണപതി, ശ്രീ പരമേശ്വരൻ, ബ്രഹ്മാവ്, നാരദൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, വസിഷ്ഠൻ എന്നിവരടങ്ങിയവരാണ് ആ 11 പേർ. മാസം മുഴുവൻ പാരായണം ചെയ്യാൻ കഴിയാത്തവർക്ക് ഒരു ദിവസം, 3 ദിവസം, 7 ദിവസം എന്നിങ്ങനെ ക്രമപ്പെടുത്തിയ രീതിയിൽ പാരായണം നടത്താം. പ്രധാനമായും ഭക്തിയോടെയും ശുദ്ധിയോടെയും മനസ്സുകൊണ്ടാണ് രാമായണ പാരായണം നടത്തേണ്ടത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഈ കർക്കിടക മാസം ആത്മശാന്തിയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും നിറഞ്ഞ ഒരു അനുഭവമായി നിങ്ങൾക്ക് മാറും. ശ്രീരാമനാമജപം എത്രയും സാധ്യമായി ദിവസവും ചെയ്യണം, പ്രത്യേകിച്ച് പാരായണ ശേഷം. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ എന്ന മഹാമന്ത്രം പലതവണ നിങ്ങൾ ആവർത്തിക്കുക. ഇതോടുകൂടി രാമായണ പാരായണം എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. കർക്കിടക മാസത്തിലെ ഓരോ ദിവസവും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയുമായി തീരാൻ മൈ ആസ്ട്രോവിന്റെ എല്ലാവിധ ആശംസകളും. നന്ദി. തുടർന്നും ഞങ്ങളുടെ ചാനലിൽ ഓരോ വീഡിയോയും നിങ്ങൾ കാണുക.